ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാംഗല്യം കഥയുടെ 12ാമത്തെ ഭാഗമാണ് കേട്ടോ. 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഹരിശ്രീയിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം. വലിയ ആർഭാടങ്ങളോ ബഹളങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഹരിശ്രീയിൽ കല്യാണത്തലേന്നിൻ്റെ സാധാരണ തിരക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട് വൃത്തിയാക്കുന്നവരും പന്തലുകാരും വിരുന്നുകാരുമായി ചെറിയൊരു ശബ്ദകോലാഹലം. ജാനകി അമ്മ എല്ലാം മുന്നിൽ നിന്ന് നടത്തുന്നുണ്ട്. ശാരദയ്ക്ക് ഇതൊന്നും തീരെ ദഹിച്ചിട്ടില്ലെങ്കിലും കാശിയുടെ അന്നത്തെ ആ താക്കീത് കാരണം ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്കിരിപ്പുണ്ട്. അപ്പോഴാണ് ആ വലിയ ഗേറ്റ് കടന്ന് ഒരു വെളുത്ത കാർ മുറ്റത്തേക്ക് വന്നത്. വണ്ടി നിന്നതും മുൻവശത്തെ ഡോറ് തുറന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. കയ്യിലൊരു വലിയ ട്രാവൽ ബാഗുമുണ്ട്. മുറ്റത്ത് നിൽക്കുകയായിരുന്ന ജാനകി അമ്മ അവനെ കണ്ടതും ഒരു നിമിഷം അമ്പരന്നു. പിന്നെ അവരുടെ മുഖത്ത് വലിയൊരു സന്തോഷം വിടർന്നു. വിവേക് മോനെ. വിവേക്, കാശിയുടെ ജീവന്റെ പാതിയായിരുന്ന അവൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ആ വീട്ടിലേക്ക് വരുന്നത്. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വിവേക് ഓടി വന്ന് ജാനകി അമ്മയെ കെട്ടിപ്പിടിച്ചു. ആ അമ്മയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. നീ എപ്പോഴാ മോനെ നാട്ടിലെത്തിയത്? ഞാൻ വിളിച്ചപ്പോ നിനക്ക് വരാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലെന്നല്ലേ പറഞ്ഞത്? ജാനകി അമ്മ സന്തോഷത്തോടെ ചോദിച്ചു. പിന്നെ വരാതിരിക്കാൻ പറ്റുമോ അമ്മേ? എൻ്റെ കാശിയുടെ കല്യാണമല്ലേ. അമ്മ ഫോൺ ചെയ്ത് ആ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മുതൽ ഞാൻ കമ്പനിയിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ലീവ് ശരിയാക്കി ഓടിപ്പോന്നതാ. വിവേക് ചുറ്റും നോക്കി. അവൻ എവിടെയാ അമ്മേ? എനിക്ക് അവനെ ഒന്ന് കാണണം. വിവേകിന്റെ ശബ്ദത്തിൽ വലിയൊരു പരിഭവമുണ്ടായിരുന്നു. അവൻ മുകളിലുണ്ട് മോനെ, അവൻ്റെ മുറിയിൽ. ജാനകി അമ്മ മുകളിലേക്ക് കൈ ചൂണ്ടി. വിവേക് ബാഗ് അവിടെ വെച്ചിട്ട് വേഗത്തിൽ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നടന്നു. അവൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ കാശിയെ കാണാൻ പോകുന്നത്. കാശിയുടെ മുറിയുടെ വാതിൽ പകുതി തുറന്നിട്ടിരിക്കുകയായിരുന്നു. വിവേക് പതുക്കെ വാതിൽക്കൽ വന്ന് നിന്നു. മുറിക്കുള്ളിൽ കാശി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. വലതുകൈയിലെ വിരലുകൾക്കിടയിൽ പുകയുന്നൊരു സിഗരറ്റുണ്ട്. മുഖത്ത് പഴയതുപോലെയുള്ള എന്തോ വലിയ ചിന്തകളുടെ ഭാരം. പുറത്തു നടക്കുന്ന കല്യാണ തിരക്കുകളുമായി യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ ഒരു നിൽപ്പ്. കാശി. വിവേകിന്റെ ആ വിളി മുറിയിൽ മുഴങ്ങി. ആ ശബ്ദം കേട്ടതും കാശിയുടെ ശരീരം ഒന്നാകെ വിറച്ചു. ഒരു നിമിഷം അവൻ ശ്വാസം വിടാൻ പോലും മറന്നുപോയി. പതുക്കെ, വളരെ പതുക്കെ അവൻ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന വിവേകിനെ കണ്ടതും കാശിയുടെ കണ്ണുകളിൽ അന്നേ വരെ ആരും കാണാത്ത ഒരു നടുക്കമുണ്ടായി. അവൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് ആ സിഗരറ്റ് താഴേക്ക് വീണു. കാശി അവിടെ തന്നെ ഫ്രീസായി നിന്നുപോയി. വിവേക് പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി വാതിലടച്ചു. അവൻ കാശിയുടെ നേർക്ക് നടന്നു ചെന്നു. രണ്ടുപേരും കുറച്ചുനേരം പരസ്പരം നോക്കി നിന്നു. വിവേകിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ദേഷ്യവും സങ്കടവും എല്ലാം കൂടി അവൻ്റെ മുഖത്ത് മിന്നിമറഞ്ഞു. എന്താടാ എന്താടാ നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? നീ എന്നെ മറന്നുപോയോ? വിവേക് വിതുമ്പലോടെ ചോദിച്ചു. കാശി ഒന്നും മിണ്ടാതെ നോട്ടം മാറ്റി താഴേക്ക് നോക്കി നിന്നു. അവൻ്റെ തൊണ്ടയിൽ എന്തോ കുരുങ്ങിക്കിടക്കുന്നത് പോലെ അവന് തോന്നി. വിവേക് ഒരടി കൂടി മുന്നോട്ട് വെച്ച് കാശിയുടെ തോളിൽ പിടിച്ചു കുലുക്കി. നീ പറയടാ, നിന്റെ കല്യാണം ഞാൻ അറിഞ്ഞുകൂടായിരുന്നോ? എന്നോടൊരു വാക്ക് പറയാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ. അവസാന നിമിഷം അമ്മ എന്നെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം പോലും ഞാൻ അറിയില്ലായിരുന്നു. ഇതിനു മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? കാശി അപ്പോഴും ഒരു കൽപ്രതിമ പോലെ നിന്നു. അവൻ്റെ മൗനം
വിവേകിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. എന്താടാ എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? ഒരു കാലത്ത് നമ്മൾ എങ്ങനെയാ നടന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ നിഴലായിട്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നില്ലേ? ആ പഴയ കാശിനാഥനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എപ്പോഴും ചിരിച്ച് സംസാരിച്ച് ഊർജ്ജസ്വലനായി നടന്നിരുന്ന ആ കാശി. അങ്ങനെ ഉണ്ടായിരുന്ന നിന്റെ ജീവിതം ആകെ തകിടം മറിഞ്ഞില്ലടാ. വിവേകിന്റെ വാക്കുകൾ കേട്ട് കാശി കണ്ണുകൾ അടച്ചു. അവന്റെ ഉള്ളിലെ ആ പഴയ മുറിവുകൾ വീണ്ടും ചോരയൊലിക്കാൻ തുടങ്ങിയിരുന്നു. വിവേക് തുടർന്നു. അച്ഛന്റെ സ്വന്തം കൂട്ടുകാരൻ തന്നെ ചതിച്ച് ബിസിനസ്സും സ്വത്തുക്കളും എല്ലാം തട്ടിയെടുത്തപ്പോ അച്ഛനത് താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തപ്പോ നീ ശരിക്കും തകർന്നു പോയതാ. ഈ മുറിയില് ആഹാരം പോലും ഇല്ലാതെ വാതിലടച്ചിരുന്ന നിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പക്ഷെ നീ തോറ്റു കൊടുത്തില്ലല്ലോടാ. നീ വാശിയോടെ പഠിച്ചു, ബിസിനസ്സിലേക്ക് ഇറങ്ങി, അച്ഛനെ ചതിച്ച ഓരോരുത്തരെയും നീ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു. നഷ്ടപ്പെട്ട മുഴുവൻ സ്വത്തുക്കളും ഒരൊറ്റ പൈസ പോലും കുറയാതെ നീ തിരിച്ചു പിടിച്ചു. എല്ലാം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് സമാധാനമായിട്ടിരിക്കുന്ന നിന്നെ കണ്ടിട്ടല്ലേടാ എൻ്റെ വീട്ടിലെ പ്രാരാബ്ദം കാരണം ഞാൻ ഗൾഫിലേക്ക് പോയത്. വിവേക് കാശിയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു. പക്ഷേ പക്ഷെ ഞാൻ പോയതിനു ശേഷം നിനക്ക് എന്താടാ സംഭവിച്ചത്? ഞാൻ എത്ര വട്ടം നിന്നെ ഫോൺ വിളിച്ചു, നീ എടുത്തില്ല. എത്ര മെസ്സേജ് ഞാൻ അയച്ചു, ഒന്നിനും റിപ്ലൈ തന്നില്ല. എന്നെ പാടെ അവോയ്ഡ് ചെയ്തു നീ. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത്? കാശി പതിയെ വിവേകിന്റെ കൈകൾ പിടിച്ചു മാറ്റി. എന്നിട്ട് ദീർഘമായൊന്ന് ശ്വാസമെടുത്ത് ജനലിന്റെ അരികിലേക്ക് തന്നെ പോയി നിന്നു. എനിക്ക് ആരുമായിട്ടും സംസാരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, കാശി വളരെ പതുക്കെ പറഞ്ഞു. ഓഹോ, എന്നോട് സംസാരിക്കാൻ നിനക്ക് തോന്നിയില്ല അല്ലേ? പക്ഷെ ആ നാട്ടിലെ ഏറ്റവും വലിയ ലോക്കൽ ഗുണ്ടയായ സനൂപിന്റെയും അവന്റെ കൂട്ടുകാരുടെയും കൂടെ കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് കറങ്ങി നടക്കാൻ നിനക്ക് തോന്നി അല്ലേടാ? വിവേക് അലറി. കാശി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അതേടാ, ഞാൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു, വിവേക് സങ്കടത്തോടെ പറഞ്ഞു. അമ്മ ഇടയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ കരഞ്ഞോണ്ട് പറയായിരുന്നു, എൻ്റെ കാശി ആകെ മാറിപ്പോയി മോനെ എന്ന്. നീ എന്തിനാടാ കാശി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിച്ചപ്പോ നിനക്ക് തോന്നിയിട്ടുണ്ടാകും നീ ആഗ്രഹിച്ചൊക്കെ നേടിയെന്ന്. പക്ഷെ ആ ഒരു വാശി തീർന്നപ്പോ നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതായി അല്ലേ? അതുകൊണ്ടല്ലേ നീ ആ കലിപ്പം വേഷം എടുത്ത് കിട്ടിയത്. നിന്നെ ഇനി ആരും ചതിക്കാതിരിക്കാൻ, ആരും നിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ നീ ഉണ്ടാക്കിയെടുത്തൊരു മുഖം മൂടിയല്ലടാ ഇത്. കാശി ഒന്നും മിണ്ടിയില്ല. വിവേക് പറഞ്ഞതായിരുന്നു സത്യം. അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ പൊരുതി നേടിയതായിരുന്നു എല്ലാം. പക്ഷേ എല്ലാം തിരിച്ചു പിടിച്ചപ്പോൾ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. അച്ഛനില്ലാത്ത ആ സ്വത്തുക്കൾക്കൊന്നും ഒരു വിലയുമില്ലെന്ന് അവന് തോന്നി. ഒരുതരം വിഷാദം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, പുറം ലോകത്തോട് ഒരുതരം വെറുപ്പ് കാണിക്കാൻ അവൻ സ്വയം തിരഞ്ഞെടുത്ത വഴിയായിരുന്നു അത്. അങ്ങനെയാകുമ്പോൾ ആരും അവനെ സ്നേഹിക്കാൻ വരില്ല, ആരും അവനെ വീണ്ടും ചതിക്കില്ല. വിവേക് കാശിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ചു. ശബ്ദം കുറച്ചുകൂടി ശാന്തമാക്കി അവൻ ചോദിച്ചു, എല്ലാം പോട്ടടാ. അച്ഛൻ പോയതിന്റെ സങ്കടം കൊണ്ടാണെന്ന് ഞാൻ കരുതി സമാധാനിക്കാം. പക്ഷേ നാളെ നാളെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ്. നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, നീ സ്വപ്നം കണ്ട ആ പെൺകുട്ടിയെ നാളെ നീ സ്വന്തമാക്കാൻ പോവുകയാ. എന്നിട്ടും എന്താണ് നിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തത്? കാശി പെട്ടെന്ന് മുഖം തിരിച്ച് വിവേകിനെ നോക്കി. നീ നോക്കണ്ട, വിവേക് ചിരിച്ചു. ആ സ്കൂളിന്റെ വരാന്തയിലൂടെ ഇന്ദു നടന്നു പോകുമ്പോൾ നീ ഒളിച്ചു നിന്ന് അവളെ നോക്കുന്നത് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുള്ളതാ. അവൾക്ക് നിന്നെ ഒരു തെമ്മാടിയായിട്ട് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നിന്റെ ഉള്ളില് അവൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെടാ. നിനക്ക് അവള് ജീവനാണെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ആ സ്കൂളിലെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ ഒട്ടും ആലോചിക്കാതെ അമ്മ പോയി അവളെ ചോദിച്ചത്. കാശി ഒന്ന് ഞെട്ടി. വിവേക് പറഞ്ഞ ഓരോ വാക്കും സത്യമായിരുന്നു. അതെ, കാശിക്ക് ഇന്ദുവിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ മരണശേഷം
ഇരുട്ടിലായിരുന്ന അവന്റെ ജീവിതത്തിലേക്ക് ഒരു ചിരി കൊണ്ട് വെളിച്ചം തന്നവൾ. ആരും അറിയാതെ എത്രയോ തവണ അവൻ അവളെ പിന്തുടർന്നിട്ടുണ്ട്. അവളുടെ സുരക്ഷയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്. ആ ആനിവേഴ്സറിയുടെ തലേ ദിവസം രാത്രി അവൾക്ക് ബസ് കിട്ടാതെ വന്നപ്പോ മനഃപൂർവ്വം വണ്ടി കൊണ്ടുപോയി നിർത്തി അവളെ കയറ്റിക്കൊണ്ടു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് രാജേഷിനെ കൊല്ലാൻ തക്കവണ്ണം അവന് ദേഷ്യം വന്നതും മറ്റൊന്നും കൊണ്ടല്ല. പക്ഷേ തന്റെ സ്വഭാവം കാരണം അവൾ തന്നെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും താനൊരു മോശം മനുഷ്യനാണെന്ന ബോധവും കാശിയെ എപ്പോഴും വേട്ടയാടിയിരുന്നു. രാജേഷ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപവാദം പറഞ്ഞപ്പോ അവളുടെ കണ്ണിലെ ആ സങ്കടം കണ്ടപ്പോഴാണ് അവളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് അവളുടെ മാനം കാക്കാനുള്ള ഒരേ ഒരു വഴിയെന്ന് അമ്മ പറഞ്ഞത്. അങ്ങനെയാണ് ആ കല്യാണാലോചന അവളുടെ വീട്ടിലേക്ക് എത്തിയത്. എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? വിവേക് കാശിയുടെ തോളിൽ പിടിച്ച് കുലുക്കി. അവൾ നാളെ നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വരികയാ. ഇപ്പൊ നിനക്ക് അവളെ ഇഷ്ടമല്ലേ? അതോ അവളെ നിനക്ക് വേണ്ടാതായോ? എന്ത് പറ്റി കാശി നിനക്ക്? കാശി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. വർഷങ്ങൾക്ക് ശേഷമാണ് അവന്റെ കണ്ണുകൾ ഒന്ന് നനയുന്നത്. അവൻ തിരിഞ്ഞ് വിവേകിനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് എനിക്ക് അവളെ ജീവനാടാ. കാശിയുടെ ശബ്ദം ഇടറിയിരുന്നു. പക്ഷേ അവളുടെ അച്ഛനോടുള്ള സ്നേഹവും കടപ്പാടും കാരണം മാത്രമാണ് അവളെ കല്യാണത്തിന് സമ്മതിച്ചത്. അവളുടെ കണ്ണിൽ ഞാനൊരു തെമ്മാടിയാ. അവൾക്കെന്നെ ഇഷ്ടമല്ലടാ. ഒരുപക്ഷെ അവൾ എന്നെ വെറുക്കുന്നുണ്ടാകും. ആ നിർബന്ധിത കല്യാണം നാളെ നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ സന്തോഷിക്കുക? കാശി വിതുമ്പലോടെ പറഞ്ഞു. വിവേക് കാശിയുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു. എടാ, ഒരു പെണ്ണ് ഒരുപാട് സ്വപ്നങ്ങളോടെ കല്യാണ പന്തലിലേക്ക് വരുന്നത്. നീ ഇങ്ങനെ ഒരു കലിപ്പനായിട്ട് നടന്ന അവൾക്ക് എങ്ങനെ നിന്നെ മനസ്സിലാക്കാൻ പറ്റും? നീ അവൾക്ക് ആ പഴയ കാശിനാഥനെ കാണിച്ചു കൊടുക്ക്. സങ്കടങ്ങളും ദേഷ്യവും മാറ്റിവെച്ച് അവളെ സ്നേഹിച്ച് ജീവിക്ക്. സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവൾ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കോടാ. ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുൻപ് കണ്ട ആ കാശിനാഥനെയാണ് അവൾക്ക് വേണ്ടത്. ഈ നാട്യങ്ങളൊക്കെ നിർത്തി എൻ്റെ പഴയ കൂട്ടുകാരനായിട്ട് നീ തിരിച്ചു വാടാ. വിവേകിന്റെ വാക്കുകൾ കാശിയുടെ ഉള്ളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി അവൻ ഇട്ടുകൊണ്ട് നടന്നിരുന്ന ആ കലിപ്പന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു. നാളെ അവളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ തന്റെ യഥാർത്ഥ സ്നേഹം അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നവൻ ആഗ്രഹിച്ചു. ആ പഴയ ഊർജ്ജസ്വലനായ കാശിയായി തിരിച്ചു വരണമെന്ന് അവനും ആഗ്രഹിച്ചു തുടങ്ങി. പുറത്ത് പന്തലിൽ നിന്നുള്ള പാട്ടിന്റെ ശബ്ദം അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കേൾക്കാമായിരുന്നു. ആ മുറിക്കുള്ളിൽ വർഷങ്ങൾക്ക് ശേഷം ആ രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ചു നിന്നപ്പോൾ കാശിയുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ഇന്ദു എന്ന പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളുടെ ആദ്യത്തെ ചുവടുവയ്പ്. മുറിക്കുള്ളിലെ ആ ഇമോഷണൽ സംസാരത്തിന് ശേഷം വിവേക് കാശിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവന്റെ കണ്ണുകളിലെ സങ്കടം വിവേകിന് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്നിട്ട് ഇനി കാര്യമില്ലെന്ന് അവന് തോന്നി. എടാ, വിവേക് കാശിയുടെ തോളിൽ കൈവച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. നീ ഇങ്ങനെ മുറിക്കുള്ളിൽ ശ്വാസം മുട്ടി നിൽക്കണ്ട. വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. കുറച്ചു നേരം ആ കാറ്റൊന്നു കൊള്ളാം. കാശി ആദ്യം ഒന്ന് മടിച്ചെങ്കിലും വിവേക് നിർബന്ധിച്ചപ്പോൾ അവന് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആരും കാണാതെ അവർ രണ്ടുപേരും പതുക്കെ വീടിന്റെ പിൻവാതിലിലൂടെ പുറത്തേക്കിറങ്ങി. രാത്രിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. നിലാവിന്റെ വെളിച്ചത്തിൽ ആ ഗ്രാമം ഉറങ്ങിക്കിടക്കുകയാണ്. അവർ രണ്ടുപേരും നടന്ന് ആ പാടവരമ്പത്തേക്കെത്തി. പണ്ട് സ്കൂൾ വിട്ട് വന്നാൽ അവർ എപ്പോഴും വന്നിരുന്ന അവരുടെ സ്വന്തം സ്ഥലമായിരുന്നു അത്. ആ പാടത്തിന്റെ സൈഡിലായി വലിയൊരു ആൽമരമുണ്ട്. അതിന് ചുവട്ടിലായി പണ്ട് ആരോ കെട്ടിവെച്ച ഒരു കരിങ്കൽ ബെഞ്ചും. എത്രയോ വൈകുന്നേരങ്ങളിൽ അവരിരുവരും അവിടെ ഇരുന്ന് സ്വപ്നങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. വിവേക് ആ കൽബെഞ്ചിലേക്ക് കയറിയിരുന്നു. കാശി യാതൊരു ഭാവവുമില്ലാതെ അവൻ അരികിലായിരുന്നു.
പാടത്തുകൂടി വരുന്ന ഇളം കാറ്റ് അവരുടെ മുഖത്ത് തഴുകി പോകുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ചുറ്റും ചീവീടുകളുടെ ശബ്ദം മാത്രം. ആ നിശബ്ദത തകർക്കാൻ വേണ്ടിയാണ് വിവേക് പതുക്കെ സംസാരിച്ചു തുടങ്ങിയത്. എടാ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലം? വിവേക് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കാശി ഒന്നും മിണ്ടാതെ പാടത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നമ്മൾ ഈ വരമ്പത്തൂടി നടന്നു പോകുമ്പോൾ അപ്പുറത്തുകൂടെ അവള് വരുന്നത് കാണാൻ വേണ്ടി നീ കാത്തു നിൽക്കുമായിരുന്നില്ലേ? വിവേക് കാശിയെ ഒന്ന് തോണ്ടി. ക്ലാസ്സിലൊക്കെ ഭയങ്കര ഹീറോയും ഗൗരവക്കാരനുമായിരുന്ന നീ ആ ഇന്ദു ഒന്ന് മുന്നിലൂടെ നടന്നു പോയാ അപ്പൊ തുടങ്ങും വിറയ്ക്കാൻ. നിന്റെ ആ വിറയലും വിയർക്കലും കണ്ട് എനിക്ക് പലപ്പോഴും ചിരി വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോ കാശിയുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിടർന്നു. ഓർമ്മകൾ അവനെയും ആ പഴയ സ്കൂൾ കാലത്തേക്ക് കൊണ്ടുപോയിരുന്നു. വിവേക് തുടർന്നു. ഞാൻ അന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എടാ നീ പോയി അവളോട് ആ ഇഷ്ടമൊന്ന് പറയീന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞിരുന്നേ? ഇല്ലടാ, ഇപ്പൊ വേണ്ട, എനിക്ക് പേടിയാ, ഞാൻ പിന്നെ പറയാമെന്ന്. അങ്ങനെ പിന്നെ പറയാന്ന് പറഞ്ഞ് എത്ര വർഷം കഴിഞ്ഞൂടാ? കാശിയുടെ മുഖത്തെ ചിരി പതുക്കെ മാഞ്ഞു. അവൻ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടു. എടാ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിവേക് ആവേശത്തോടെ പറഞ്ഞു. അവൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ ആരും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി നീ എന്നെയും വലിച്ച് അവളുടെ പുറകിങ്ങനെ നടക്കുമായിരുന്നില്ലേ? ആരും കാണാതെ അവൾ ആ വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുന്നത് വരെ നീ ഒരു കാവൽക്കാരനെ പോലെ അവളുടെ പുറകെ പോകുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇതൊരു വെറും കുട്ടിക്കാലത്തെ പ്രേമമാണെന്നാ, സ്കൂള് കഴിഞ്ഞാൽ മാറുന്ന ആ പഴയ സ്കൂൾ ക്രഷ്. പക്ഷേ നീ വളർന്നതിനൊപ്പം അവളോടുള്ള നിന്റെ ആ സ്നേഹവും നിന്റെ ഉള്ളിൽ കിടന്ന് വളരുകയായിരുന്നു. വിവേക് കാശിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ വല്ലാത്തൊരു വേദന തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. സത്യം പറയാലോ കാശി, വിവേക് കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞു, എനിക്ക് ചില സമയത്തൊക്കെ നിന്നോട് ഭയങ്കര പൊസസീവ്നെസ് തോന്നിയിട്ടുണ്ട്. കാരണം നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി എന്നെക്കാളും കൂടുതൽ ഇഷ്ടം നിനക്ക് അവളോടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും അസൂയ തോന്നിയിട്ടുണ്ട്. നീ അവളെ അത്രയ്ക്കും ജീവനായിട്ട് അല്ലേടാ കൊണ്ടു നടന്നിരുന്നത്. വിവേക് ഇത്രയും പറഞ്ഞിട്ടും കാശി മൗനം തുടരുകയായിരുന്നു. അവന്റെ കണ്ണുകൾ അപ്പോഴും ആ ദൂരെയുള്ള ഇരുട്ടിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വളരെ നേർത്ത ശബ്ദത്തിൽ കാശി സംസാരിച്ചു തുടങ്ങി. ശരിയാടാ നീ പറഞ്ഞത്. കാശിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. പക്ഷേ അവളിപ്പോ ആ പഴയ പെണ്ണല്ലടാ. വിവേക് അമ്പരപ്പോടെ കാശിയെ നോക്കി. പണ്ട് സ്കൂളിൽ വരാന്തയിലൂടെ കൊലുസ് കിലുക്കിന ഓടി നടന്നിരുന്ന ആ പഴയ കളിച്ചു നടക്കുന്ന പെണ്ണല്ല അവളിപ്പോ. അവൾ ഒരുപാട് മാറിപ്പോയടാ വിവേകെ. അവൾക്കിപ്പോ ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പണ്ടെന്നെ നോക്കി ചിരിച്ചിരുന്ന ആ പഴയ ഊർജവും തിളക്കവുമൊക്കെ അവളുടെ കണ്ണിൽ നിന്ന് ഇപ്പൊ എങ്ങോട്ടോ പോയി മറഞ്ഞു. ഇപ്പൊ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു സങ്കടക്കടല് മാത്രമാണ്. കാശി ഒരു നിമിഷം കണ്ണടച്ചു. ഇന്ദുവിന്റെ കരയുന്ന മുഖം അവന്റെ മനസ്സിലേക്ക് വന്നു. നീ ചോദിച്ചില്ലേ ഞാനെന്താ ഇത്രയും കാലം അവളോട് എൻ്റെ ഇഷ്ടം പറയാതിരുന്നതെന്ന്? ഞാൻ പറയാതിരുന്നതല്ലടാ, ഞാൻ കാത്തിരുന്നതാ, കാശി വിതുമ്പലോടെ പറഞ്ഞു. അച്ഛൻ മരിച്ചതിനു ശേഷം അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന ബാധ്യതകളും ചീത്തപ്പേരും കടങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നില്ലേ ഞാൻ. ആ പ്രശ്നങ്ങളൊക്കെ എൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവളോട് പോയി എൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക? ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് എൻ്റെ ഈ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് തീർക്കട്ടെ, അച്ഛൻ്റെ പേരിൽ പോയ ആ മാനവും സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിച്ച് ആ പഴയ കാശിനാഥനായിട്ട് തല ഉയർത്തി അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കണം. എന്നിട്ട് അവളോട് എൻ്റെ ഇഷ്ടം പറയണം. അവളെ എൻ്റെ പാതിയാക്കി എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. കാശി വിവേകിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. പക്ഷേടാ, എല്ലാം കഴിഞ്ഞ്
അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിച്ച് ഞാൻ അവളെ തേടി ചെന്നപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവളുടെ മുഖത്ത് മുഴുവൻ വിഷാദവും സങ്കടവും മാത്രമായിരുന്നു. അച്ഛന് ക്യാൻസർ ആണെന്നറിഞ്ഞ് വീട്ടു ചെലവിന് പോലും വകയില്ലാതെ ആകെ തകർന്നു നിൽക്കുകയായിരുന്നു അവള്. ആ സമയത്ത് ഞാൻ അവളോട് പോയി എൻ്റെ ഇഷ്ടം പറഞ്ഞ അവളത് എങ്ങനെയാണ് എടുക്കുക? ഒരു പക്ഷേ അവളത് സമ്മതിക്കുമായിരുന്നില്ല. സ്നേഹിക്കാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. അത്രമാത്രം വലിയൊരു മാറ്റം അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാശി ഒരു കൊച്ചു കുട്ടിയെപ്പോലെ വിതുമ്പാൻ തുടങ്ങി. വിവേകിന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. കാശിയുടെ ഉള്ളിലെ ആ വലിയ സങ്കടം അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാശി കണ്ണുനീർ തുടച്ചുകൊണ്ട് തുടർന്നു. ഒന്നാമതേ അച്ഛൻ പോയതിൻ്റെ സങ്കടം, അതിൻ്റെ കൂടെ ഞാൻ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്നവള് എന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നു പോവുകയാണോ എന്നൊരു പേടി. എനിക്ക് ലോകത്താരുമില്ലാത്ത പോലെയായി. വല്ലാത്തൊരു ശൂന്യതയായിരുന്നു എൻ്റെ ഉള്ളിൽ. ആ ഒരു നിരാശയും സങ്കടവും അതുകൊണ്ട് കൂടെയാടാ ഞാൻ ഇങ്ങനെ ഒരു കലിപ്പനായിട്ട് മാറിയത്. എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു വെറുപ്പായിരുന്നു. അവൾക്ക് എന്നെ ആവശ്യമുള്ള സമയത്ത് അവൾക്കൊരു തണലായിട്ട് മാറാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ സങ്കടം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ആ സനൂപിൻ്റെയും കൂട്ടുകാരുടെയും കൂടെ കള്ളും കുടിച്ച് എല്ലാം മറക്കാൻ വേണ്ടി നടന്നത്. അല്ലാതെ അവന്മാരോടുള്ള സ്നേഹം കൊണ്ടല്ലടാ. വിവേക് കാശിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരുപാട് കാലമായി സ്വന്തം നെഞ്ചിലൊരു വലിയ തീപർവ്വതം പോലെ കാശി ഒളിപ്പിച്ചു വെച്ചിരുന്നത് വിവേക് അന്നാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. പുറത്ത് കാണുന്ന ആ ഗൗരവക്കാരനായ കാശിയുടെ ഉള്ളിൽ സ്വന്തം പ്രണയം പോലും നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് കരയുന്ന ഒരു പാവമുണ്ടായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. പാടത്തു നിന്നുള്ള കാറ്റ് കുറച്ചുകൂടി ശക്തിയായി വീശാൻ തുടങ്ങി. ആ മരച്ചില്ലകൾ കാറ്റിൽ ആടി ഉലയുമ്പോഴും കാശിയുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് ഒട്ടും അടങ്ങിയിരുന്നില്ല. നാളെ അവൾ തൻ്റെ സ്വന്തമാവാൻ പോവുകയാണ്. പക്ഷേ തൻ്റെ സ്നേഹം അവൾ തിരിച്ചറിയുമോ എന്ന പേടി ആ രാത്രിയിലും അവനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. തുടരും. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക കേട്ടോ. ഇന്ന് ഞാൻ അവതരിപ്പിച്ചതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. കാരണം എനിക്ക് നല്ല മൈഗ്രെയിൻ ഉണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അടുത്ത ദിവസം നന്നായി തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നാളെ തിങ്കളാഴ്ച വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. കാരണം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊന്നും ടൈം കിട്ടില്ല. അതുകൊണ്ട് മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച മുതൽ പാർട്ടുകൾ വരും കേട്ടോ. നാളെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ചൊവ്വാഴ്ച കാണാം. ബൈ.